പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ ദിവസം വന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിൽ വെച്ച് ഏറ്റവും നിർണായകമായിട്ടുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു വലിയ അട്ടിമറി, ഒരു വമ്പൻ അട്ടിമറി നടന്നതായി ഞാൻ വിലയിരുത്തുന്നത് പത്തനാപുരം മണ്ഡലത്തിൽ KB ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ ആ നേതാവിൻ്റെ പതനമാണ്. അട്ടിമറി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അട്ടിമറി അതാണ് എന്നൊന്നും ഞാൻ വിലയിരുത്തുന്നില്ല. കാരണം അട്ടിമറികൾ പലതും നടന്നിട്ടുണ്ട്. പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ ജയിച്ചത് അട്ടിമറിയായിരുന്നു. തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ ജയിച്ചത് അട്ടിമറിയായിരുന്നു. പേരാമ്പ്രയിൽ TP രാമകൃഷ്ണൻ തോറ്റത് അട്ടിമറിയായിരുന്നു. എലത്തൂരിൽ AK ശശീന്ദ്രൻ തോറ്റത് അട്ടിമറിയായിരുന്നു. അങ്ങനെ ഒരുപാട് അട്ടിമറികൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ അട്ടിമറിയായി വിലയിരുത്താൻ പോകുന്നത് KB ഗണേഷ് കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ആ നരാധമൻ്റെ പരാജയമാണ്. ആ KB ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ അയാളെ അട്ടിമറിച്ച, അയാളെ 8310 വോട്ടിന് തോൽപ്പിച്ച ജ്യോതികുമാർ ചാമക്കാല എന്ന കോൺഗ്രസ് നേതാവിനെ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. സുഹൃത്തുക്കളെ, അങ്ങനെ ആ ജ്യോതികുമാർ ചാമക്കാല നടത്തിയ പ്രവർത്തനവും അത് ഉണ്ടായ വിജയവും ഒക്കെ നമ്മളൊന്ന് പരിശോധിക്കണമെങ്കിൽ നമ്മൾ ഈ KB ഗണേഷ് കുമാറിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം ഒന്നെടുത്ത് വിശദമായി പരിശോധിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ മാത്രമേ ഈ ചാമക്കാല നടത്തിയിട്ടുള്ള അട്ടിമറി എത്ര വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സുഹൃത്തുക്കളെ, KB ഗണേഷ് കുമാർ അയാൾ 2001 തെരഞ്ഞെടുപ്പിലാണ്, നമുക്കറിയാം അയാൾ ബാലകൃഷ്ണ പിള്ളയുടെ മകനാണ്. അയാൾ 2001 തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി അയാൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അയാൾ CPIയുടെ K പ്രകാശ് ബാബുവിനെ അന്ന് 9371 വോട്ടിന് തോൽപ്പിച്ചു. ആദ്യ തവണ ജയിച്ചപ്പോൾ തന്നെ അയാൾ മന്ത്രിയായി. 2001-2003 കാലഘട്ടത്തിൽ അയാൾ AK ആന്റണി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു. 2003 ആയപ്പോൾ അയാളുടെ അച്ഛന് വേണ്ടി അയാൾക്ക് രാജിവെക്കേണ്ടി വന്നു. 2006 അപ്പം അന്ന് അയാൾ UDFിലായിരുന്നു എന്നുള്ളത് വ്യക്തമാണല്ലോ. 2006 VS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിൽ LDF വലിയ വമ്പൻ വിജയം നേടിയപ്പോഴും ഈ KB ഗണേഷ് കുമാർ കൊല്ലത്തുനിന്ന് UDF സ്ഥാനാർത്ഥിയായി ജയിച്ചു എന്ന് മാത്രമല്ല, അയാൾ 11,814 വോട്ടിനാണ് അന്ന് CPIയുടെ നേതാവായിരുന്ന KR ചന്ദ്രമോഹനെ അയാൾ തോൽപ്പിച്ചത്. അത് വളരെ അത്ഭുതകരമായിരുന്നു. കാരണം VSൻ്റെ നേതൃത്വത്തിൽ വലിയ തോതിലൊരു തരംഗം ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 2006. ആ 2006 തെരഞ്ഞെടുപ്പിൽ പോലും അയാൾ CPIയുടെ KR ചന്ദ്രമോഹനെ 11,814 വോട്ടിന് തോൽപ്പിക്കുകയാണ്. കൊല്ലത്തുനിന്നുള്ള ഏക UDF MLA ആയിരുന്നു അന്ന് ഗണേഷ് കുമാർ. നമുക്കറിയാം ആ തെരഞ്ഞെടുപ്പിൽ MK മുനീർ മുതൽ PK കുഞ്ഞാലിക്കുട്ടി വരെ തോറ്റ തെരഞ്ഞെടുപ്പാണ്. PK കുഞ്ഞാലിക്കുട്ടിയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു തവണ മാത്രമേ കുഞ്ഞാലിക്കുട്ടി തോറ്റിട്ടുള്ളൂ. അത് 2006 കുറ്റിപ്പുറം മണ്ഡലത്തിൽ ഏതാണ്ട് 8,000 വോട്ടിന് KT ജലീലിനും. അപ്പോൾ അത് അന്ന് വലിയ പരാജയങ്ങൾ UDFിനുണ്ടായപ്പോഴും KB ഗണേഷ് കുമാർ കൊല്ലത്തുനിന്ന് സാമാന്യ നല്ല ഭൂരിപക്ഷത്തിന് അയാൾ തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ 2001 ജയിച്ചു, 2006 ജയിച്ചു. 2011 അയാൾ CPMൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള K രാജഗോപാലിനെ 20,000 വോട്ടുകൾക്ക് തോൽപ്പിച്ചു. 20,000. അപ്പോൾ 11,000 ആയിരുന്നു 2006 അയാളുടെ ഭൂരിപക്ഷം. അത് 2011 ആയപ്പോൾ അയാൾ അത് 20,000 വോട്ടായി വർദ്ധിച്ചു. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അയാൾ വനം മന്ത്രിയായിട്ട് അയാൾ അധികാരമേറ്റു. എന്നാൽ പിന്നീട് 2013 ആയപ്പോൾ ഉണ്ടായ വിവാദം നമുക്കറിയാമല്ലോ. അയാളുടെ ഭാര്യയൊക്കെയായി ബന്ധപ്പെട്ടും സോളാറുമൊക്കെ ബന്ധപ്പെട്ടുമുള്ള വിവാദമുണ്ടായിരുന്നു. തുടർന്ന് 2013 അയാൾക്ക് രാജിവെക്കേണ്ടി വന്നു. 2016 എന്താ സംഭവിച്ചത്? അയാളുടെ ഭൂരിപക്ഷം വീണ്ടും കൂടി 24,562 ആദ്യം 9,000 ഭൂരിപക്ഷം, പിന്നെ 11,000 ഭൂരിപക്ഷം, പിന്നെ 20,000 ഭൂരിപക്ഷം, പിന്നെ 24,000 ഭൂരിപക്ഷം. ജഗദീഷ് എന്ന് പറഞ്ഞ സിനിമ നടനെ 2016 തോൽപ്പിച്ചു. 2021 അയാൾ ജയിച്ചു. പക്ഷെ ഭൂരിപക്ഷം 10,000 കുറഞ്ഞു. 2016 24,000 ഭൂരിപക്ഷമായിരുന്നുവെങ്കിൽ അത് 2021 ആയപ്പോൾ 14,000 ഭൂരിപക്ഷമായി കുറഞ്ഞു. 10,000 ഭൂരിപക്ഷം കുറഞ്ഞു. അവിടെയാണ് ജ്യോതികുമാർ ചാമക്കാല എന്ന് പറഞ്ഞിട്ടുള്ള ആ എതിരാളിയുടെ പ്രവേശം, എൻട്രി 2016 ആ 2016 ജ്യോതികുമാർ ചാമക്കാല അവിടെ ഒരു എൻട്രി നടത്തിയപ്പോൾ തന്നെ ഗണേഷ് കുമാറിൻ്റെ ഒരു കുതിപ്പിന് ചെറിയൊരു തടസ്സം അയാളിട്ടു. തൊട്ടു മുമ്പ് 24,000 ആയിരുന്നത് 10,000 കണ്ട് അയാളുടെ ഭൂരിപക്ഷം
ഉറച്ചു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അയാൾ 2001 മന്ത്രിയായിരുന്നു. അയാൾ 2011 അയാൾ മന്ത്രിയായിരുന്നു. 2021 അയാൾ LDF വന്ന് 2023-26 കാലത്ത് LDFൻ്റെയും മന്ത്രിയായിരുന്നു. അതാണ് KB ഗണേഷ് കുമാറിൻ്റെ രാഷ്ട്രീയ ചരിത്രം. 25 വർഷമായി. 2001 MLA, 2006, 11, 16, 21 5 തവണ MLA, 3 തവണ മന്ത്രി. ആലോചിച്ച് നോക്കണം. 5 തവണ MLA, 3 തവണ മന്ത്രി. ആ LDFൽ 2 തവണ, UDFൽ 2 തവണ മന്ത്രി, LDFൽ 1 തവണ മന്ത്രി. ഇതാണ് KB ഗണേഷ് കുമാറിൻ്റെ രാഷ്ട്രീയ ചരിത്രം. ഇതൊരു വളരെ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വളരെ ടുമുൾട്ടുവസ് ആയിട്ടുള്ളൊരു രാഷ്ട്രീയ ചരിത്രമാണ്. 25 വർഷം MLA ആയിരിക്കുക, 3 തവണ മന്ത്രിയായിരിക്കുക, അതിൽ 2 തവണ UDFൻ്റെ മന്ത്രിയായിരിക്കുക, 1 തവണ LDFൻ്റെ മന്ത്രിയായിരിക്കുക. അതാണ് KB ഗണേഷ് കുമാർ. ഇനി KB ഗണേഷ് കുമാറിൻ്റെ വേറൊരു പ്രത്യേകതയും ഉള്ളത് എന്താ? ഒരുപക്ഷെ ഇത്രയും ആരോപണ വിധേയനായിട്ടുള്ള ഒരു മന്ത്രി ഉണ്ടായിട്ടുണ്ടാവില്ല. അയാൾ 3 തവണ മന്ത്രിയായതിൽ 2 തവണയും അയാൾക്ക് രാജിവെക്കേണ്ടി വന്നു. വളരെ ഹീനവും ക്രൂരവുമായിട്ട്, വളരെ ഹീനവും നാണം കെട്ടതുമായിട്ടുള്ള ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് അയാൾക്ക് രാജിവെക്കേണ്ടി വന്നു. സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും മോശമായ ആരോപണങ്ങൾ അയാൾ കേൾക്കേണ്ടി വന്നു. അതിൻ്റെ ആ ആരോപണങ്ങളൊന്നും ഇപ്പോൾ ഞാനിവിടെ ആവർത്തിക്കുന്നില്ല, കാരണം നേരത്തെ അത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ അയാൾക്ക് രാജിവെക്കേണ്ടി വന്നു. എന്നാലും അയാളുടെ രാഷ്ട്രീയ ജീവിതം നോക്കിയാൽ 1/4 നൂറ്റാണ്ട് കാലം 5 തവണ MLA, 3 തവണ മന്ത്രി, 2 തവണ UDF, 1 തവണ LDF. ഇതാണ് ഇയാളുടെ 1/4 നൂറ്റാണ്ട് കാലം നീണ്ടുനിന്ന രാഷ്ട്രീയ ചരിത്രം. സ്വാഭാവികമായി ഇങ്ങനെ രാഷ്ട്രീയ ചരിത്രമുള്ളവനൊരു അഹങ്കാരിയും താൻ പ്രമാണിയും ഏകാധിപതിയൊന്നും ആയാൽ ഒരു തെറ്റുമില്ല. കാരണം അതിരൂക്ഷമായിട്ടുള്ള, അതിഭീകരമായിട്ടുള്ള ആരോപണങ്ങളേറ്റു. എന്നിട്ട് അതൊന്നും അയാളെ ബാധിച്ചിട്ടില്ല. അതിഭീകരമായിട്ടുള്ള ആരോപണങ്ങളല്ലായിരുന്നു, ഒന്നും അയാളെ ബാധിച്ചില്ല. അയാൾ ജയിച്ചുകൊണ്ടേയിരുന്നു, അയാളുടെ ഭൂരിപക്ഷം കൂട്ടിക്കൊണ്ടേയിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അയാളൊരു അഹങ്കാരിയായതിൽ അയാളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ എന്നാൽ 2016-നും 2021 ഇടയിൽ ഒരു 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞിരുന്നു അയാൾക്ക്. അങ്ങനെയാണ് അയാൾ ഈ തെരഞ്ഞെടുപ്പിലും തലയുയർത്തി തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങി. എന്നെ ആരും എന്നെ തൊടാൻ ധൈര്യപ്പെടില്ല, കാരണം എനിക്കെതിരെ ആരോപണങ്ങൾ ഇതിനു മുമ്പ് ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ എൻ്റെ ഭൂരിപക്ഷം കൂടിയിട്ടേ ഉള്ളൂ. ഞാൻ നിരന്തരം MLA ആയിരുന്നു, ഞാൻ നിരന്തരം മന്ത്രിയായിരുന്നു, എന്നെ ആരും ഒന്നും ചെയ്യാനില്ല. എന്ന് മാത്രമല്ല, 25 വർഷം MLA, പത്തനാപുരത്ത് 25 വർഷം MLA ആയതുകൊണ്ട് അതിനിടയിൽ കുറേ വികസന പ്രവർത്തനങ്ങൾ അവിടെ നടന്നു. സ്വാഭാവികമാണല്ലോ. കാരണം 1/4 നൂറ്റാണ്ട് കാലം ഒരാൾ MLA ആവുക, അതിനിടയിൽ 3 പ്രാവശ്യം മന്ത്രിയാവുക, അപ്പോൾ സ്വാഭാവികമായും കുറേ വികസന പ്രവർത്തനങ്ങൾ നടന്നു. അപ്പോൾ ആ വികസന പ്രവർത്തനത്തിന് തേരിലേറി ഒരു തരംഗവും തന്നെ ബാധിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. അയാൾക്കെതിരായിട്ട് ജ്യോതികുമാർ ചാമക്കാല വീണ്ടും സ്ഥാനാർത്ഥിയായി. ജ്യോതികുമാർ ചാമക്കാലയൊന്നും തന്നെ ഒരു പുല്ലും ചെയ്യാൻ പോകുന്നില്ല എന്ന് അയാൾ വിചാരിച്ചു. അതിലയാളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല, കാരണം അയാൾ ആരെയൊക്കെയാണ് തോൽപ്പിച്ചിട്ടുള്ളത്? KR ചന്ദ്രമോഹനെ തോൽപ്പിച്ചിട്ടുണ്ട്, ജഗദീഷിനെ തോൽപ്പിച്ചു, അയാൾ K രാജഗോപാലിനെ തോൽപ്പിച്ചു. 2006-ൽ തരംഗം വന്നപ്പോഴും അയാൾ മാത്രം ജയിച്ചു, അയാൾ ഭൂരിപക്ഷം കൂട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആരാണ് ഈ ജ്യോതികുമാർ ചാമക്കാല എന്ന് അയാൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ തെറ്റു പറയാൻ പറ്റില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പക്ഷേ ജ്യോതികുമാർ ചാമക്കാല ആരായിരുന്നുവെന്ന് ഈ അഹങ്കാരിയും ഈ ഏകാധിപതിയും ഈ ലൈംഗിക ആഭാസനും 2026-ൽ മനസ്സിലായി. അവന് മനസ്സിലായി ആരായിരുന്നു ജ്യോതികുമാർ ചാമക്കാല. ജ്യോതികുമാർ ചാമക്കാല ഒരു ചെറിയ മീനായിരിക്കും എന്നാണ് അയാൾ വിചാരിച്ചത്. പക്ഷേ ജ്യോതികുമാർ ചാമക്കാല ഒരു തിമിംഗലമായിരുന്നുവെന്ന് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ ഈ ഏകാധിപതി, ഈ ലൈംഗിക ആഭാസൻ അയാൾ മനസ്സിലാക്കി. അയാളെ കാലേ തൂക്കി തറയിലടിച്ചു കളഞ്ഞു ജ്യോതികുമാർ ചാമക്കാല. ജ്യോതികുമാർ ചാമക്കാലയെ വല്ലാതെ അയാൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് ജ്യോതികുമാർ ചാമക്കാലയെ കുറിച്ചിട്ട് ഒന്ന് സംസാരിക്കാം. ആരാണ് ജ്യോതികുമാർ ചാമക്കാല? അയാൾ കോൺഗ്രസിൻ്റെ പത്തനംതിട്ടയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. അയാൾ 8 വർഷക്കാലം അയാളൊരു എൻജിനീയറിംഗ് ഗ്രാജുവേറ്റാണ്, മെക്കാനിക്കൽ എൻജിനീയറാണ് അയാൾ. അധികം ആളുകൾക്കൊന്നും അറിയില്ല. അയാൾ 8 വർഷക്കാലം കേരള സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു കോൺഗ്രസിൻ്റെ. അപ്പോൾ 8 സിൻഡിക്കേറ്റ് മെമ്പർ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല, ഒരുപാട് പേര് സിൻഡിക്കേറ്റ് മെമ്പർ ആവാറുണ്ട്. പക്ഷേ അയാൾ ആരെ തോൽപ്പിച്ചാണെന്നറിയാമോ സിൻഡിക്കേറ്റിലേക്ക് വന്നത്?
സമാധാനം നാരായണൻ നായർ. ആരാ സമാധാനം നാരായണൻ നായർ? ലോ അക്കാദമിയുടെ ചെയർമാനായിരുന്ന, ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും രണ്ട് കക്ഷത്തിൽ ഒതുക്കി ഇങ്ങനെ നടന്നിരുന്ന, കേരള സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് അംഗമായിട്ട് ഏതാണ്ട് 50 വർഷക്കാലം ഇരുന്ന, ഇടതു വന്നാലും വലതു വന്നാലും കേരള സർവകലാശാലയെ അടക്കി ഭരിച്ചിരുന്ന ഒരു ഏകാധിപതിയായിരുന്ന സമാധാനം നാരായണൻ നായരെ എടുത്ത് തറയിലടിച്ചുകൊണ്ടാണ് ജ്യോതികുമാർ ചാമക്കാല സിൻഡിക്കേറ്റ് മെമ്പറായത്. അപ്പോൾ ആൾ ചെറുതല്ല എന്ന് മനസ്സിലായല്ലോ. ചെറിയ ആളല്ല, പണ്ഡിതനാണ് അയാൾ. അയാൾക്ക് വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചിട്ട് നല്ല വിവരമാണ്. അയാൾ സിൻഡിക്കേറ്റ് മെമ്പറായിരിക്കുന്ന സമയത്ത് വൈസ് ചാൻസലർമാർ പോലും അയാളുടെ അടുത്ത് ഉപദേശം ചോദിക്കുമായിരുന്നു. നല്ലപോലെ കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്ന സിൻഡിക്കേറ്റ് മെമ്പറാണ്. സിൻഡിക്കേറ്റിൽ ഇരുന്നു കൊണ്ട് അയാളുടെ കഴിവ് തെളിയിച്ചു. അയാൾ 2016 വന്ന് മത്സരിച്ചപ്പോൾ തന്നെ 10,000 ഭൂരിപക്ഷം കുറപ്പിച്ചു. ഈ നരാധമൻ്റെ 10,000 ഭൂരിപക്ഷം കുറച്ചു. പക്ഷേ ജ്യോതികുമാർ ചാമക്കാല എന്ത് ചെയ്യുന്നറിയാമോ? 2016 അവിടെ 2021 ക്ഷമിക്കണം 2021 10,000 വോട്ട് കണ്ട് ഭൂരിപക്ഷം ഈ ഗണേഷ് കുമാറിനെ കുറച്ച് തോറ്റ ജ്യോതികുമാർ ചാമക്കാല, കോൺഗ്രസ്സുകാരൊക്കെ പഠിക്കേണ്ട ഒരു പാഠമാണിത്. 2026 ശേഷം അയാൾ പത്തനാപുരം മണ്ഡലം വിട്ടില്ല. അയാൾ പത്തനാപുരം മണ്ഡലത്തിൽ തന്നെ അങ്ങ് കൂടി. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, പത്തനാപുരം മണ്ഡലത്തിലെ മിക്കവാറും എല്ലാ വീടുകളിലും അയാൾ കയറി ഇറങ്ങി. പത്തനാപുരം മണ്ഡലത്തിൽ തന്നെ അയാൾ താമസമായി. ഏത് വീട്ടിൽ എന്താവശ്യമുണ്ടെങ്കിലും അയാൾ അവിടെ ചെല്ലും. അയാൾ അവിടുത്തെ ജനങ്ങളുമായിട്ട് അങ്ങ് ഇഴുകിച്ചേർന്ന് എല്ലാ വീടുകളിലും ചെന്നു. പാവപ്പെട്ടവർക്കൊക്കെ അവർ മരിക്കുമ്പോൾ അവർക്കൊരു ശവപ്പെട്ടി മേടിക്കാൻ പണമില്ലെങ്കിൽ അതുപോലും കൊടുത്തു ജ്യോതികുമാർ. അതറിഞ്ഞ ഗണേഷ് കുമാർ ശവപ്പെട്ടി കച്ചവടക്കാരൻ എന്ന് പറഞ്ഞ് അയാളെ അധിക്ഷേപിച്ചു. അയാളതൊരു നല്ല ബാഡ്ജായിട്ട് എടുത്തു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ അയാൾ അവിടുത്തെ ആയിരക്കണക്കിന് വീടുകളുണ്ട്, അവിടെയെല്ലാം കയറി ഇറങ്ങി അവരുടെ വിഷയങ്ങളിൽ ഇടപെട്ടു. അയാൾ അവരുടെ കൂടെ നിന്ന് പ്രവർത്തിച്ചു. എന്നാൽ അതോടൊപ്പം തന്നെ അയാൾ വേറൊരു കാര്യം എന്ത് ചെയ്തു? രാഷ്ട്രീയ വിഷയങ്ങൾ വന്നപ്പോൾ അതൊക്കെ ഏറ്റെടുത്തു. ഗണേഷ് കുമാറിനെതിരായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ ഉയർന്നു വന്നപ്പോൾ അത് ഏറ്റെടുത്തു. ഗണേഷ് കുമാർ എന്തോ വലിയ അധികായനാണെന്ന് പറഞ്ഞ പ്രചരണം വന്നപ്പോൾ അയാൾ അതിനെ ഖണ്ഡിച്ചു. KSRTC എന്തോ വലിയവനാക്കി ഗണേഷ് കുമാർ എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞൊന്നുമല്ല. ഉമ്മൻചാണ്ടി ആയിരുന്നപ്പോൾ 12,000 നിയമനങ്ങൾ അവിടെ നടത്തി. അതായത് LDF വന്നപ്പോൾ ഒരു നിയമനം പോലും നടത്താതെ അവിടെ മുഴുവൻ ഈ ദിവസക്കൂലിക്കാരെ വെച്ച് അങ്ങനെയാണ് ലാഭമുണ്ടാക്കിയത്. ഒരാളെ പോലും അധികമായി നിയമിച്ചില്ല എന്നുള്ള നിലയിൽ KSRTCയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾ വീർപ്പിച്ച ഈ ബലൂണൊക്കെ ജ്യോതികുമാർ പൊട്ടിച്ചു. അതോടൊപ്പം തന്നെ അയാൾക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ, സ്ത്രീ വിഷയ ആരോപണങ്ങൾ, അതെല്ലാം ജനങ്ങളുടെ ഇടയിൽ എത്തിച്ചു. അങ്ങനെ കഴിഞ്ഞ 5 വർഷക്കാലം അവിടെ നിന്ന് പ്രവർത്തിച്ചു. അയാൾക്കെതിരെ വന്ന ആരോപണങ്ങളെല്ലാം തന്നെ ജനങ്ങളുടെ ഇടയിൽ ചർച്ചാ വിഷയമാക്കി. ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എന്ത് ചെയ്തു? ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പുതിയൊരു വിഷയവും കൂടി ജ്യോതികുമാർ തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുവന്നു. അതാണ് ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ഉത്തരവാദികളിൽ ഒരാൾ ഇയാളാണെന്നുള്ള നിലയിലുള്ള പ്രചരണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി. നമുക്കറിയാലോ, സോളാർ പരാതിക്കാരി എഴുതിയൊരു കത്ത്, അതിലൊരു 4 പേജ് കൂട്ടിച്ചേർത്തത്, അതിൻ്റെ പുറകിൽ ഇയാൾക്കുണ്ടായിരുന്ന പങ്ക്, ഇതൊക്കെ വലിയ ചർച്ചാ വിഷയമാക്കി ജ്യോതികുമാർ. ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മൻ അവിടെ വ്യാപകമായിട്ടുള്ള പ്രചരണം നടത്തി. ഉമ്മൻചാണ്ടി പൊറുക്കില്ല, ക്ഷമിക്കില്ല ഗണേഷ് കുമാറിനോട് എന്നുള്ള നിലയിലുള്ള ആ ആരോപണം അവിടെ ചർച്ചാ വിഷയമായി. അതുപോലെ തന്നെ ഇയാളുടെ ഭാര്യ, ഇയാൾക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളും അവിടെ ജ്യോതികുമാർ വലിയ ചർച്ചാ വിഷയമാക്കി. തനിക്ക് 5 സ്ത്രീകളോടുള്ള 5000 സ്ത്രീകളോട് എന്താണ് ബന്ധം എന്ന് ഇയാൾ ചോദിച്ചു. ഈ കാമവെറിയൻ, ഈ കാമഭ്രാന്തൻ ചോദിച്ചു. അതൊക്കെ ജ്യോതികുമാർ അവിടെ ചർച്ചാ വിഷയമാക്കി. അങ്ങനെ കഴിഞ്ഞ 5 വർഷം ജ്യോതികുമാർ ചാമക്കാല ഈ പത്തനാപുരത്ത് നടത്തിയ പ്രവർത്തനം അതിൻ്റെ പരിസമാപ്തിയിലെത്തി. ഞാനും ഒരു 3-4 വീഡിയോകൾ ചെയ്തിരുന്നു. അവിടുത്തെ സ്ത്രീകൾ, അവിടുത്തെ വോട്ടർമാർ അവർ കണക്ക് തീർത്തു. അങ്ങനെ 8310 വോട്ടിന് ഈ നരാധമൻ മലർന്നടിച്ചു വീണു. അവൻ മലർന്നടിച്ചു വീണു എന്ന് പറയുന്നതിനേക്കാൾ ജ്യോതികുമാർ എന്ന് പറഞ്ഞ ആ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിട്ടുള്ള ആ രാഷ്ട്രീയക്കാരൻ ഇവനെ, ഈ നരാധമനായിട്ടുള്ള ഗണേഷ് കുമാറിനെ വാരി തറയിലടിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക. അതുകൊണ്ട് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ നടന്ന ഏറ്റവും വലിയ ഒരു അട്ടിമറി എന്ന് പറയുന്നത് ജ്യോതികുമാർ നടത്തിയിട്ടുള്ള
ചാമക്കാല നടത്തിയിട്ടുള്ള അട്ടിമറിയാണ്. ഈ നരാധമനെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് റദ്ദാക്കി കളഞ്ഞു ജ്യോതികുമാർ. പിന്നെ അവസാനിക്കുന്നതിന് മുമ്പ് എനിക്ക് കോൺഗ്രസ്സുകാരോട് പറയാനുള്ളൊരു കാര്യം, എന്താണ് രാഷ്ട്രീയ പ്രവർത്തനം, എങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത്, എങ്ങനെയാണ് ജനങ്ങളുമായി ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് ഈ എതിരാളികൾക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ശ്രീമാൻ ജ്യോതികുമാർ ചാമക്കാലയിൽ നിന്ന് മറ്റ് കോൺഗ്രസ് നേതാക്കന്മാർ പഠിക്കണം എന്നാണ് എനിക്ക് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ഈ വലിയ വിജയമുണ്ടായത് കഴിഞ്ഞ 5 വർഷം നടത്തിയ പ്രവർത്തനം കൊണ്ടാണോ? ഒന്നുമില്ല. എന്ത് പ്രവർത്തനമാണ് കഴിഞ്ഞ 5 വർഷം നടത്തിയത്? ഒരു പ്രവർത്തനവും നടത്തിയില്ല. ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പിണറായി വിരുദ്ധത വന്നു, അതിൻ്റെ തേരിലേറി 102 സീറ്റ് കിട്ടി. 2026 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എന്തായിരുന്നു സ്ഥിതി? ഇതുപോലെ തന്നെ പിണറായി വിരുദ്ധതയായിരുന്നു, അതിൻ്റെ തോളിലേറി ജയിച്ചു. 2019 എന്തായിരുന്നു? സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടു, അതിൻ്റെ തോളിലേറി ജയിച്ചു. ഇങ്ങനെ വല്ലവരുടെയും തോളിലേറി ജയിക്കലാണ് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട പണി. അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാർ രാഷ്ട്രീയം എന്താണ്, എങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത്, എങ്ങനെയാണ് ജനങ്ങളുമായി ബന്ധപ്പെടേണ്ടത് എന്നൊക്കെ ഉള്ളത് ജ്യോതികുമാർ ചാമക്കാല എന്ന് പറഞ്ഞ ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിൽ നിന്ന് പഠിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കേരളത്തിലെ പൊതുമണ്ഡലവും പ്രത്യേകിച്ച് കേരളത്തിലെ സ്ത്രീ സമൂഹവും ഈ ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഈ നരാധമനെ മലർത്തിയടിച്ചതിന് ജ്യോതികുമാർ ചാമക്കാലയോട് കടപ്പെട്ടിരിക്കുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.